Hey guys, welcome back to my channel. അപ്പോൾ ഞാനൊരു എളുപ്പമുള്ള ട്യൂട്ടോറിയൽ ഇപ്പോൾ ബേസിക്കൽ കാർഡിസ്ട്രിയുടെ ബേസിക് ഫ്ലോറിഷ് ആയിട്ടുള്ള സ്പ്രിംഗ് ട്യൂട്ടോറിയലാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ വെച്ചു. ഇപ്പോൾ എന്താ പറയുക, കുറേ ആൾക്കാർക്ക് അറിയായിരിക്കും ഇത് ബേസിക് ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ചാനലിൽ ബേസിക് ആയിട്ടുള്ള കാർഡിസ്ട്രി ഇങ്ങനെ ഇട്ടിട്ടാണ് വരുന്നുള്ളത്. അപ്പോൾ ഞാൻ എന്താ പറയുക അഡ്വാൻസ് ട്യൂട്ടോറിയൽസ് വേഗം ഇടുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ നിങ്ങൾ. അപ്പോൾ ഇത് ഈ സ്പ്രിങ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഓരോ ബേസിക് ആയിട്ടുള്ള ഗ്രിപ്സും അതുപോലെ തന്നെ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ പുതിയ ആൾക്കാരാച്ചെങ്കിൽ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സ്പ്രിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാർഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഏത് കാർഡ് വേണമെങ്കിൽ ഉപയോഗിക്കും. പേപ്പർ വെച്ചെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കാർഡായാലും മതി. എന്താ പറയുക, പ്ലാസ്റ്റിക് വെച്ചെങ്കിൽ നല്ലത്. കാരണം സ്പ്രിങ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെൻഡൊക്കെ ഉള്ള സംഭവം പ്ലാസ്റ്റിക് നന്നായിട്ട് സ്പ്രിങ് എഫക്റ്റ് കിട്ടണമെങ്കിൽ പ്ലാസ്റ്റിക് ആയിരിക്കും പിന്നെ നല്ലത്. ഇപ്പോൾ കുറേ ആൾക്കാർക്കുള്ള സംശയമാണ് ഇപ്പോൾ ഏത് കാർഡ് സ്ട്രിങ് ആയാലും സ്പ്രിങ് ആയാലും എന്തായാലും എന്താ പറയുക ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കാർഡാണോ പേപ്പർ കാർഡ്. പറയുകയെന്ന് വെച്ചാൽ രണ്ടും നല്ലതാണ്. നല്ല ക്വാളിറ്റിയുള്ള പേപ്പർ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാർഡ് സ്പ്രിങ് വരെ നമുക്ക് ഈസി ആയി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏത് കാർഡായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ട്യൂട്ടോറിയൽ ചെയ്യണത്. അപ്പോൾ നമ്മൾ സ്പ്രിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രിപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പലതരത്തിൽ വേണമെങ്കിൽ നമുക്ക് സ്പ്രിങ് എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ബേസിക്കായിട്ട് എങ്ങനെ ചെയ്യാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ഗ്രിപ്പിലാണ് പിടിക്കേണ്ടത്. ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ 4 ഫിംഗേഴ്സ്, അതുപോലെ തമ്പ് ഈ കോർണറായിട്ടും പിങ്കി ഇതിൻ്റെ കോർണറായിട്ടും പിന്നെ ഈ 3 എന്താ പറയുക നമ്മുടെ മിഡിലും റിങ്ങും അതുപോലെ തന്നെ ഇൻഡെക്സും ഇങ്ങനെ പിടിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ടബിളിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പലതരത്തിൽ വേരിയേഷൻ. ഞാൻ സാധാരണ ഇങ്ങനെ പിടിച്ചാൽ ചെയ്യാറ്. ശരിക്കും ഇങ്ങനെ പിടിച്ച് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ പിടിച്ച് ചെയ്യാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ 4 ഫിംഗേഴ്സ് കുറച്ച് അകത്തിയിട്ടാണോ അതോ കുറച്ച് ഇങ്ങനെ എന്താ പറയുക ഈ അറ്റത്തായിട്ടാണോ വെക്കേണ്ടതെന്ന് നോക്കണം. ഇപ്പം ഞാൻ സാധാരണ ഇങ്ങനെ കുറച്ച് മിഡിലായിട്ട് നന്നായിട്ട് ഇങ്ങനെ അറ്റത്തായിട്ട് പിടിക്കേണ്ട, കുറച്ചിങ്ങനെ ഇവിടെ ആയിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനത്തെ പൊസിഷനിൽ പിടിച്ചിട്ട് നന്നായിട്ട് ബെൻഡ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിലീസ് ചെയ്യണം. അപ്പോൾ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കൈൻ്റെ പൊസിഷൻ എന്താ പറയുക ലെഫ്റ്റ് ഹാൻഡ് പൊസിഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഇങ്ങനത്തെ ഒരു പൊസിഷനിലായിരിക്കണം, പുറത്ത് പോവില്ല. അപ്പോൾ എല്ലാവരും ഈ എല്ലാ എന്താ പറയുക ഫിംഗേഴ്സും നമ്മളെ ഒരു ബാരിയറായിട്ട് അത് പോകാൻ എന്താ പറയുക പുറത്ത് പോകാണ്ട് ജസ്റ്റ് കാർഡിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ പിടിച്ചെടുത്തും. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ പിടിക്കുക വെച്ചെങ്കിൽ കാർഡ് ഇപ്പോൾ നല്ല സ്മൂത്ത് കാർഡ് വെച്ചെങ്കിൽ ഇവിടെ തട്ടിയിട്ട് ഒറ്റ തെറിച്ച് പോലെ ആയിരിക്കും സാധാരണ സംഭവിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ പിടിക്കുക, പോകാണ്ടിരിക്കുകയാണ്. അപ്പോൾ തമ്പും അതുപോലെ എന്താ പറയുക നമ്മളെ പിങ്കിയും പുറത്ത് പോകാണ്ട് സഹായിക്കും. അപ്പോൾ അതുപോലെ പിടിക്കുക. അപ്പോൾ പിടിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ഈ തമ്പ് ഓരോന്നായിട്ട് ഇങ്ങനെ റിലീസ് ചെയ്യുക. അങ്ങനെ അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് റിലീസ് ചെയ്യുമ്പോൾ നമ്മളെ കൈയിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് ഇരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ ഈ 4 ഫിംഗേഴ്സും റിലീസ് ചെയ്യണം. കുറച്ച് മുമ്പ് ഞാൻ വാട്ടർഫോളിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ടുള്ള ഇങ്ങനെ റിലീസ് ചെയ്യണ ഒരു മൂവ്മെൻറ്റ്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ എന്താ പറയുക പൊസിഷനിൽ പിടിച്ചിട്ട് ജസ്റ്റ് ഈ തമ്പ് ഇങ്ങനെ റിലീസ് ചെയ്യണം. ജസ്റ്റ് ഇങ്ങനെ തന്നെ പിടിക്കരുത്, ജസ്റ്റ് ഇങ്ങനെ റിലീസ്. ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ഇങ്ങനെ പോകുള്ളൂ, കുറച്ച് പുറത്തേക്കൊക്കെ പോകും, ചാടി പോകും. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഫസ്റ്റ് അടുത്തുനിന്ന് ചെയ്ത് പഠിക്കുക, അടുത്തുനിന്ന് ഇങ്ങനെ ചെയ്ത് പഠിക്കുക. പിന്നെ അങ്ങനെ അകത്തി കൊണ്ടുവരിക. ഇപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ട് ചെയ്യച്ചെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യച്ചെങ്കിൽ ഇപ്പോൾ ഞാൻ ആദ്യം പഠിക്കുമ്പോൾ എങ്ങനെയാണോ വരിക അതുപോലെ എനിക്ക് ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇതുപോലെ കുറച്ച് പുറത്തൊക്കെ പോകും, കുറച്ച് ശേഷം ഇങ്ങനെ റിലീസ് ചെയ്തിട്ട് ഇങ്ങനെ ഫസ്റ്റ് പഠിക്കും. എന്നിട്ട് അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രം മതി. അപ്പോൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഒരു സ്പ്രിങ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ തമ്പ് വെച്ച് റിലീസ് ചെയ്യണ പോലെ. ഇപ്പോൾ ഇതൊരു എന്താ പറയുക മെത്തേഡാണ് സ്പ്രിങ്ങിന്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് സ്പ്രിങ് പഠിച്ചത് ഞാൻ ഇങ്ങനെയാണ്. ഫസ്റ്റ് ഈ ഇൻഡെക്സിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുള്ള സ്പ്രിങ്ങാണ് പഠിച്ചത്. ഫസ്റ്റ് ഇൻഡെക്സ് ഫിംഗർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇൻഡെക്സ് ഫിംഗറിൽ നിന്ന് ഇങ്ങനെ റിലീസ് ചെയ്തിട്ടുള്ള. അപ്പോൾ ആദ്യം ഞാൻ പഠിച്ചത് ഇതാണ്. എന്നിട്ടാണ് ഞാൻ ഈ എന്താ പറയുക തമ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഇതുണ്ടാവില്ല. നമ്മളിപ്പോൾ എന്താ പറയുക ജസ്റ്റ് ഇങ്ങനെ ഒരു കുത്തനായിട്ടുള്ള മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തമ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യുക നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഇങ്ങനെ നീട്ടിയിട്ടൊക്കെ എന്താ പറയുക നന്നായിട്ട് വലുതാക്കൊക്കെ ചെയ്യുക നമ്മളെ സ്പ്രിങ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ റിലീസ് ചെയ്തിട്ട് എന്താ പറയുക സ്പ്രിങ് ചെയ്യുക വെച്ചെങ്കിൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി നന്നായിട്ട് എന്താ പറയുക വലുതാക്കണം, സ്പ്രിങ് വലുതാക്കി വെച്ചെങ്കിൽ. ഞാൻ കാണിച്ചാൽ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ വലുതാക്കും തോറും നമ്മളെ ലെഫ്റ്റ് ഹാൻഡ് അതുപോലെ തന്നെ ഇങ്ങനെ അടുത്ത് കൊണ്ടുവരണം.
ഇല്ലെങ്കിൽ അങ്ങനെ വലുതായിട്ട് ഈ മിഡിൽ വെച്ചിട്ട് നിർത്തി കഴിഞ്ഞാൽ നടുവ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കാറ്റിൽ തട്ടിയിട്ട് കാർഡ്സ് എല്ലാം പറന്നു പോകും. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ നീട്ടുമ്പോൾ തന്നെ അടുത്ത് കൂടെ തന്നെ കൈ എന്താ പറയുക ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ ഒന്നടിക്കണം. അപ്പോൾ കുറച്ചും കൂടി വലിയ ഒരു എന്താ പറയുക ഫാൻ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാ മെക്കാനിസം. പിന്നെ ഇതിൽ നന്നായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായി ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ തന്നെ വേറെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയുക റിംഗ് ഫിംഗർ ഇങ്ങനെ ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്പ്രിങ്ങും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ കമൻറ്റ് സെക്ഷനിൽ അത് പിന്നെ സ്പ്രിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് വേരിയേഷൻ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നമുക്ക് ഇതുപോലെ തന്നെ പലതരത്തിലുള്ള കാർഡ് ഫ്ലറിഷ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.